സദ്ഗുരുവേ ശരണം. ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് പത്രം വായിച്ച് കുറെ ഇംഗ്ലീഷ് പഠിക്കാം. രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ച അന്നത്തെ കാര്യം പോക്കാന്നാ തോന്നുന്നത്. കാരണം എല്ലാം ദുരന്ത വാർത്തകളാണ് അല്ലേ. നല്ല കാര്യങ്ങളൊക്കെ ഫ്രണ്ട് പേജിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തൂടെ? എല്ലാം ഈ ദുരന്തങ്ങളെല്ലാം ഇങ്ങനെ ഫ്രണ്ട് പേജിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എന്തിനാ? പിന്നെ പത്രത്തിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത് ഈ നെഗറ്റീവ് നമ്മൾ എടുക്കണോ, നമ്മൾ പോസിറ്റീവ് എടുക്കണമെന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നെഗറ്റീവ് വാർത്തകളൊക്കെ വായിച്ചിട്ട് അത് മനസ്സിൽ നിന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല കാര്യങ്ങൾ മനസ്സിലങ്ങ് വെച്ചേക്കുക. എന്തു പറയുന്നു? വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ്. ഐ എം ആശാലത ശ്രീജിത്ത്. അപ്പൊ ഇതിലെ കുനൂന എന്നുള്ള അക്ഷരം വായിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ റീഡിംഗ് ക്ലാസ് ആവശ്യമുണ്ട്. ഓക്കെ. ബീഹാർ ചീഫ് മിനിസ്റ്റർ ഓണേഴ്സ് ഒളിമ്പിയൻസ് പാരാലിമ്പിക് സ്റ്റാർസ്. അത് താഴെയാണ് ഈ ന്യൂസ്, ബട്ട് എല്ലാം നെഗറ്റീവ് ന്യൂസ് ആണ് ഈ പേജ് മുഴുവനും. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു നല്ല വാർത്തയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ബീഹാർ ചീഫ് മിനിസ്റ്റർ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ആദരിക്കുന്നു. ആരെയൊക്കെ? ഒളിമ്പിയൻസിനെയും പാരാലിമ്പിക് സ്റ്റാർസിനെയും. വികലാംഗരായിട്ടുള്ള അത്ലറ്റ്സിലെ അവരെയും അവരുടെ ഒളിമ്പിക്സ് ഉണ്ടല്ലോ, പാരാലിമ്പിക്സ് ഉണ്ട്, അതിൽ പങ്കെടുത്തവരെയും ഒക്കെ ആദരിക്കുന്ന പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8 killed in മഹാരാഷ്ട്ര ഓർഡിനൻസ് ഫാക്ടറി ബ്ലാസ്റ്റ്. ഓർഡിനൻസ് ഫാക്ടറി എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്ത് ഫാക്ടറി എന്ന്. സംഭവം ഇതാണ്, നമ്മുടെ ആംസ് ആൻഡ് അമ്യൂണിഷൻ, ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇതൊക്കെ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് മിലിറ്ററിയുടെ. അതാണ് ഓർഡിനൻസ് ഫാക്ടറി. അവിടെ പൊട്ടിത്തെറി ഉണ്ടായി, അതിൽ 8 പേരാണ് മരിച്ചത്. മാസീവ് എക്സ്പ്ലോഷൻ റിപ്ഡ് ത്രൂ ആൻ ഓർഡിനൻസ് ഫാക്ടറി ഇൻ മഹാരാഷ്ട്രസ് ബന്ധാര ഡിസ്ട്രിക്ട് ഓൺ ഫ്രൈഡേ മോർണിംഗ്, ലീവിംഗ് 8 people dead and 5 injured. 8 പേര് മരിച്ചു, 5 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. റിപ്ഡ് ത്രൂ എന്ന് പറഞ്ഞാൽ മൂവ് വയലൻ്റ്ലി, ഡിസ്ട്രോയിങ് എവ്രിതിങ്. ഒരു ഭയങ്കരമായ സ്ഫോടനം ആ ഫാക്ടറിയെ ആകെപ്പാടെ തകർത്തെറിഞ്ഞു എന്നാണ് റിപ്ഡ് ത്രൂ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A special investigation team has been set up by the district to ascertain the cause of blast. അസർട്ടൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചത് ഉറപ്പിക്കണം. ആ ഒരു കാര്യം അതുകൊണ്ടാണോ എന്ന് അസർട്ടൈൻ ചെയ്യണം. വെറുതെ കണ്ടുപിടിച്ചാൽ പോരാ, അത് നല്ല സെർട്ടനിറ്റിയോടെ, ഉറപ്പോടുകൂടി കാരണം കണ്ടുപിടിക്കണം. ഇനി അമേരിക്കയിലേക്ക് പോയാൽ US ബിഗിൻസ് ഡിപ്പോർട്ടേഷൻ ഓപ്പറേഷൻ. ഡിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാട് കടത്തുക എന്നാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രസിഡന്റായി അന്ന് തന്നെ അദ്ദേഹം ചെയ്ത കുറേ കാര്യങ്ങൾ, പ്രോമിസസ് ഒക്കെ നടപ്പാക്കി തുടങ്ങിക്കഴിഞ്ഞു. ജോലി അമേരിക്കക്കാർക്ക് തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് പറയുന്നത് ഇങ്ങനെ അനധികൃതമായിട്ട് വരുന്നവരെ എല്ലാവരും തിരിച്ചു കയറ്റുകയാണ്. പലരും പല രീതിയിലൊക്കെ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞ് തിരിച്ചു വരുന്നില്ല. അപ്പോൾ അത് ആ രാജ്യത്തിനൊരു ഭാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഡിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നാട് കടത്തുക. ഹൺഡ്രഡ്സ് ഓഫ് മൈഗ്രൻസ് were flown out of the country. flown out of the country എന്ന് പറഞ്ഞാൽ depart by air, പ്ലെയിൻ മാർഗം അവരെ എല്ലാവരെയും തിരിച്ചയക്കുന്നു. ദ ലാർജസ്റ്റ് മാസീവ് ഡിപ്പോർട്ടേഷൻ ഓപ്പറേഷൻ ഇൻ ഹിസ്റ്ററി ഈസ് വെൽ അണ്ടർ വേ. ജനങ്ങളെ കൂട്ടമായിട്ട് നാട് കടത്തുന്ന ഒരു തരത്തിൽ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ അവിടെ പ്രോസസ്, അത് ഓൺഗോയിങ് ആണ്. അണ്ടർ വേ എന്ന് വെച്ചാൽ അതിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ട്രംപ് പ്രോമിസ് ദ ക്രാക്ക് ഡൗൺ ഇൻ ദ ഇലക്ഷൻ ക്യാമ്പയിൻസ്. അപ്പോൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യും. ക്രാക്ക് ഡൗൺ, പ്രോമിസ്ഡ് ദ ക്രാക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഹി പ്രോമിസ് ടു സ്റ്റോപ്പ്. ഈ ഒരു ഇമിഗ്രന്റ് ഇഷ്യൂ എല്ലാം നിർത്തലാക്കുമെന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്തിരുന്നു. അതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിഗാൻ ഹിസ് സെക്കൻഡ് ടേം വിത്ത് എ ഫ്ലറി ഓഫ് എക്സിക്യൂട്ടീവ് ആക്ഷൻസ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ്, ഫ്ലറി ഓഫ് എക്സിക്യൂട്ടീവ് ആക്ഷൻസ്. വളരെ ശക്തമായ കടുത്ത തീരുമാനങ്ങളും ആക്ഷൻസും അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഫ്ലറി ഓഫ് ആക്ടിവിറ്റി. ചുരുങ്ങിയ സമയം കൊണ്ട്, അപ്പോൾ അദ്ദേഹം ഭരണത്തിൽ കയറിയിട്ടേ ഉള്ളൂ, ആ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്. ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോവാം. ട്രൈബൽ വുമൺ കിൽഡ് ഇൻ ടൈഗർ അറ്റാക്ക് ഇൻ വയനാട്, റെസിഡൻസ് സ്റ്റേജ് പ്രൊട്ടസ്റ്റ്. പുലികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, അവർ എക്സ്റ്റിങ്ക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു വശത്ത് വിലപിക്കുമ്പോൾ കേരളത്തിൽ എവിടെ നോക്കിയാലും എപ്പോഴും കാണാം അല്ലേ, പുലി ഇറങ്ങി, പുലി പിടിച്ചു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ട്രൈബൽ വുമൺ കിൽഡ് ഇൻ ടൈഗർ അറ്റാക്ക് ഇൻ വയനാട്, residents stage protest. Intense protests erupted after a tribal woman was mauled to death by a tiger. കടുത്ത പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. ഇറപ്റ്റഡ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെട്ടു എന്ന്. ആഫ്റ്റർ എ ട്രൈബൽ വുമൻ വാസ് mauled to death by a tiger. വൈൽഡ് ആനിമൽസിന്റെ ആക്രമണത്തിൽ മരിക്കുന്നതിനാണ് mauled to death എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ a tribal woman was mauled to death by a tiger. She was plucking coffee cherries. കാപ്പിക്കുരു പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
Her body was discovered by the Thunderbolt commandos who were combing the area for Maoist around 11:30 a.m. അപ്പോൾ അവരുടെ ബോഡി കണ്ടുപിടിച്ചത് തണ്ടർബോൾട്ട് കമാൻഡോസ് ആണ്. കോംബിങ് ദി ഏരിയ എന്ന് പറഞ്ഞാൽ അരിച്ചു പെറുക്കുക, സെർച്ച് thoroughly. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബോഡി അവർക്ക് കിട്ടിയത്. They found the mutilated body as they followed the pug marks of the tiger that had dragged the body into the nearby forest. ഈ വികൃതമാക്കപ്പെട്ട ഈ ബോഡി അവർ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, അവർ ഈ ടൈഗറിന്റെ പഗ് മാർക്സ് എന്ന് പറഞ്ഞാൽ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഇങ്ങനെ പോയപ്പോഴാണ് കിട്ടിയത്. ആ ടൈഗറാണ് ഈ ബോഡി വലിച്ച് കാട്ടിക്കൊണ്ടിട്ടത്. അപ്പം ആ പഗ് മാർക്ക് ഫോളോ ചെയ്ത് പോയപ്പോഴാണ് അവർക്കിത് കിട്ടിയത്. ഇനി നമുക്ക് ഓർക്കിഡ് ഫാമേഴ്സിലേക്ക് വരാം. ഓർക്കിഡ് ഫാമേഴ്സ് ഇൻ സിറ്റി ഗിയർ അപ്പ് ഫോർ റോബസ്റ്റ് ബിസിനസ്. ഇപ്പൊ ഓർക്കിഡ് ഫാമേഴ്സ് അല്ലെ, ഓർക്കിഡ് പൂക്കൾ കൃഷി ചെയ്യുന്നവര് ഗിയർ അപ്പ് എന്ന് പറഞ്ഞാൽ അവർ പ്രിപ്പയർ ചെയ്യാണ്. എന്തിനാണ്? അവർ ഒരു ഭയങ്കര ബിസിനസ് വരാൻ പോവാണ്, അതിന്റെ സീസണാണ്. ഫോർ റോബസ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ബിസിനസ് വരാണ്, സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൺസ്യൂമറിസ്റ്റ് ഫ്രൻസി ഓവർ വാലന്റൈൻസ് ഡേ വുഡ് ഫെച്ച് ഗുഡ് പ്രോഫിറ്റ്സ്. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം ഇപ്പൊ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ്. അതാണ് കൺസ്യൂമറിസ്റ്റ് ഫ്രൻസി എന്ന് പറയുന്നത്. ഒരുപാട് ഗിഫ്റ്റ്സും ഫ്ലവേഴ്സും ഒക്കെ വാങ്ങിച്ചു കൂട്ടുകയാണ് അല്ലേ. പണ്ടത്തെ പോലെയല്ല. ഇന്ന് വാലന്റൈൻസ് ഡേ കേരളത്തിലൊരു ഭയങ്കര ഫെസ്റ്റിവലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫ്രൻസിയിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഈ ബിസിനസ്സുകാരെല്ലാം, പൂക്കളൊക്കെ കൃഷി ചെയ്യുന്നവരെല്ലാവരും അതിന് വേണ്ടിയിട്ട് അവർ ഗിയറപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വുഡ് ഫെച്ച് എന്ന് പറഞ്ഞാൽ കിട്ടും. ഫെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പോയി എന്തെങ്കിലും എടുത്തുകൊണ്ട് വരിക, വിളിച്ചുകൊണ്ട് വരിക, സ്കൂളിൽ നിന്ന് കുട്ടികളെ ഫെച്ച് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇവിടെ നല്ല പ്രോഫിറ്റ് അവർക്ക് കിട്ടും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രശസ്ത നടനായ നസ്രുദ്ദീൻ ഷാ നമ്മുടെ കേരളത്തിൽ വന്നിരുന്നു. ശ്യാം ബെനഗൽ എന്ന് പറയുന്ന പ്രശസ്തനായ ഡയറക്ടറിന്റെ ഫിലിംസിലൂടെയാണ് അദ്ദേഹത്തിന് ഒരുപാട് പേരും പെരുമയൊക്കെ ഉണ്ടായത്. അതിനെക്കുറിച്ച്, ശ്യാം ബെനഗലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് ഒരു നല്ല സൂപ്പർ ഒരു ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ പഠിക്കാം. ആസ് എൻ ആക്ടർ ഐ ഓവ് ഹിം എവറിത്തിങ്. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. ഐ ഓവ് ഹിം എവറിത്തിങ്. ഞാൻ സമ്പൂർണമായി ശ്യാം ബെനഗലിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. If it were not for him, I don't know what direction my life would have taken. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല എൻ്റെ ജീവിതം ഏത് ദിശയിലേക്ക് പോകുമായിരുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ വെറുതെ ഊഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? ശ്യാം ബെനഗൽ എന്ന് പറഞ്ഞൊരു സംവിധായകൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നസ്രുദ്ദീൻ ഷായുടെ ജീവിതത്തിൽ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നടനായി മാറുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറയണം, ആ ഒരു കടപ്പാട് അറിയിക്കാൻ വേണ്ടി പറയണം, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു എനിക്കറിയില്ല. അപ്പൊ ഇതിന് പറയുന്നത് തേർഡ് കണ്ടീഷണൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പരീക്ഷ പാസ്സാവുമായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾ പരീക്ഷ പാസ്സായതുമില്ല. നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ, ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് പാസ്ഡ് ദി എക്സാമിനേഷൻ, ഞാൻ പാസ്സാകുമായിരുന്നു. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമായിരുന്നു. അപ്പൊ ഹാഡ് സ്റ്റഡീഡും വുഡ് ഹാവ് പാസ്ഡ്, ഇത് രണ്ടുമാണ് കോമ്പിനേഷൻ. സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഹാഡ് സ്റ്റഡീഡ്, സെക്കൻഡ് പാർട്ടിൽ വുഡ് ഹാവ് പാസ്ഡ്. മഴ പെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. എങ്ങനെ പറയും? ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ്, ഇപ്പൊ ഹാഡ് റെയിൻഡ്, അവിടെ എന്ത് വരും? വുഡ് ഹാവ് വരണ്ടേ? വി വുഡ് ഹാവ് സ്റ്റേഡ് അറ്റ് ഹോം. സ്റ്റേഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഭാവനയിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നേനെ എന്ന് പറയേണ്ടത്. മഴ പെയ്തുമില്ല, നമ്മൾ വീട്ടിൽ ഇരുന്നതുമില്ല. നീ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു. അർത്ഥം, നീ ക്ഷണിച്ചുമില്ല, ഞാൻ വന്നുമില്ല. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം. നീ വന്നിരുന്നെങ്കിൽ നമ്മൾ പോകുമായിരുന്നു. നീ വന്നില്ല, അതുകൊണ്ട് നമ്മൾ പോയതുമില്ല. ഇനി അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഓരോരുത്തരും സൂക്ഷിക്കേണ്ട ഒരു ന്യൂസ് ആണ് കേട്ടോ. AI ഡീപ് ഫേക്ക് സ്കാം ലാൻഡ്സ് വെസ്റ്റ് ബംഗാൾ ടീച്ചർ ഇൻ വിയൂർ ജയിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നടന്ന ഒരു തട്ടിപ്പിനിരയായിട്ട് ഇന്ന് വെസ്റ്റ് ബംഗാളിലെ ഒരു ടീച്ചർ വിയൂർ ജയിലിൽ എത്തിയിരിക്കുന്നു. ലാൻഡ്സ് വെസ്റ്റ് ബംഗാൾ ടീച്ചർ ഇൻ വിയൂർ ജയിലിൽ അവരെ എത്തിച്ചിരിക്കുന്നു എന്നാണ്. കേരളത്തിലുള്ള ഒരു കമ്പനിയുടെ 1 കോടി രൂപയോളം അവർ ആ കമ്പനിക്ക് റോ മെറ്റീരിയൽസ് കൊടുക്കുന്ന കമ്പനിക്ക് അവർ പേയ്മെന്റ് കൊടുക്കാനുള്ളതാണ്. അവർ കൊടുത്തു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ പേയ്മെന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ഇത് എന്തോ തട്ടിപ്പ് നടന്നിരിക്കും. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഈ ബംഗാളിലുള്ള ഒരു 54 വയസ്സുള്ള ഒരു ടീച്ചറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സുലഭ മിശ്ര, 54-year-old സ്കൂൾ ടീച്ചർ, അവരാണ് ഇതിൽ പെട്ടിരിക്കുന്നത്.
അപ്പോൾ ഇവിടുന്ന് കേരള പോലീസ് അവരുടെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കിക്കോളൂ. സുലഭ മിശ്ര, 55-year-old teacher, was scared out of her wits. Scared out of her wits. പോലീസ് വന്ന് വീട്ടിൽ നിന്നപ്പോൾ അവരാകെ അവരുടെ ബോധം എല്ലാം പോയി. അവർക്ക് എന്താന്ന് പോലും അത്രയും ഡീപ്ലി ഫ്രൈറ്റൻഡ് ആണ്, അത്രയും അവർ പേടിച്ചു പോയി. സ്കെയർഡ് ഔട്ട് ഓഫ് ഹർ വിറ്റ്സ്. അപ്പോൾ 1.5 കോടി രൂപയുടെ സ്കാമിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്താന്ന് പോലും പിടികിട്ടുന്നില്ല. ഷീ കുഡ് നോട്ട് ഫാദം വാട്ട് ഹാഡ് ഹിറ്റ് ഹർ എന്ന് പറഞ്ഞാൽ ഷീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്നർത്ഥം. അതിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതെന്താ സംഭവിച്ചത്? സംഭവം എന്ന് വെച്ചാൽ ഈ കമ്പനി ട്രാൻസ്ഫർ ചെയ്ത 75 ലക്ഷം രൂപ അത് ഈ ടീച്ചറിന്റെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. ബോളിവുഡിലെ പ്രശസ്തനായിട്ടുള്ള ഒരു മ്യൂസീഷ്യന്റെ ഫാൻ പേജിൽ ഇവര് ഒരു മെസ്സേജ് ഇട്ടു. അപ്പൊ ഈ മ്യൂസീഷ്യൻ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പൊ ഫോൺ വിളിച്ചപ്പോൾ അവർ അന്തം വിട്ടുപോയി കാണും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ അല്ലേ. പക്ഷെ അവർ ആദ്യം വിശ്വസിച്ചില്ല. അപ്പോൾ അയാൾ വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ ചെയ്തപ്പോൾ AI ഡീപ്പ് ഫേക്ക് സ്കാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ആ മ്യൂസീഷ്യന്റെ രൂപത്തിൽ വന്ന് വീഡിയോ കോൾ ചെയ്തിരിക്കുക. അപ്പൊ ഇവർ ശരിക്കും വിശ്വസിച്ചു. എന്നിട്ട് ഇത് എന്താ പറ്റിയെന്നറിയില്ല. ഈ മ്യൂസീഷ്യന് ഇവരുടെ ബാങ്ക് അക്കൗണ്ടും ATM കാർഡും എല്ലാം ഇവർ കൈമാറിയിരിക്കുകയാണ്. അപ്പൊ ഈ മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്തത് ഏതോ ഒരു തട്ടിപ്പ് സംഘമാണ്. അപ്പൊ അത് പക്ഷെ എന്തായാലും ഇവരുടെ പേരിലല്ല, ഇവരുടെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ അല്ലേ കിട്ടിയിരിക്കുന്നത്. ഇനി അതെല്ലാം തെളിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂ. അപ്പൊ ഇതുപോലെ ഡിജിറ്റൽ അറസ്റ്റും ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ ഇന്നിപ്പോൾ ഫോൺ വഴി ഓൺലൈൻ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന കോൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കോളിനും നമ്മൾ ആൻസർ ചെയ്യാൻ പാടില്ല. അവരെന്തൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചാലും നമ്മൾ പറയാനും പാടില്ല. അപ്പൊ നമ്മൾ ശരിക്കും ചിന്തിക്കണം ബോധത്തോടുകൂടി. എന്നിട്ട് നമുക്ക് അറിയാവുന്ന ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ബാങ്ക് ഇടപാടുകളും മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യാവുള്ളൂ. മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ അവരെ കോണ്ടാക്ട് ചെയ്ത ആള് അവരുടെ കുടുംബത്തിൽ എന്തോ എമർജൻസി എന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ പത്രവായനയിലൂടെ നമ്മൾ ഒരുപാട് വേർഡ്സ്, ഫ്രേസസ്, ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്, ഗ്രാമർ എല്ലാം നമ്മൾ പഠിച്ചു. മാത്രമല്ല നമുക്കൊരു പൊതുവിവരവും നമുക്ക് പല കാര്യങ്ങളിലും ഉണ്ടായി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. So see you in the next video. Until then, you take care. Sadguru Eswar.